MLA സ്ഥാനത്ത് 2 തവണ പൂർത്തിയാക്കിയവരെ വീണ്ടും മത്സരിപ്പിക്കേണ്ട എന്ന നിലപാടിൽ CPI സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി ചേർന്ന എക്സിക്യൂട്ടീവിലാണ് ധാരണയായത്. ഇതോടെ മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ളവർക്ക് ഇക്കുറി സീറ്റുണ്ടാവില്ല. എന്നാൽ പ്രായപരിധി മാനദണ്ഡം എടുത്തു കളയണമെന്ന നിലപാടിലാണ് CPI ഉള്ളത്. സംസ്ഥാന സമ്മേളനത്തിന് കളർ കോഡ് കൊടി ഉയർന്നു കഴിഞ്ഞു. ശരണ്യ സ്നേഹജൻ വിവരങ്ങളുമായി. ശരണ്യ, 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ സമ്മേളനത്തിന്റെ നടപടിക്രമങ്ങളിലേക്ക് കടക്കും മുൻപ് അല്ലെങ്കിൽ സമ്മേളനത്തിലെ ചർച്ചകളിലേക്ക് കടക്കും മുൻപ് വരുന്നത്. ഒന്ന്, MLA സ്ഥാനത്ത് 2 തവണ പൂർത്തിയാക്കിയവർക്ക് ഇനി സീറ്റ് ഉണ്ടാവില്ല. കേരളത്തിൽ മാത്രമുള്ള 75 വയസ്സെന്ന പ്രായപരിധി മാനദണ്ഡം വേണ്ട. ഇത് എങ്ങനെയൊക്കെ ആയിരിക്കും പാർട്ടിയുടെ പാർലമെന്ററി കാര്യങ്ങളിൽ പ്രതിഫലിക്കുക? ശ്രീജ, കെ രാജൻ ഉൾപ്പെടെയുള്ള പ്രധാന ആളുകൾ ഈ 2 ടേം നിബന്ധന കർശനമായി പാലിക്കുന്നതോടുകൂടി പുറത്തേക്ക് പോകും എന്നുള്ളതാണ്. അതായത് അത്തരത്തിൽ നേരത്തെ തന്നെ പാർട്ടി സമ്മേളനത്തിന് മുൻപ് തന്നെ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അത് സംബന്ധിച്ച സൂചന മാധ്യമങ്ങൾക്ക് നൽകിയിരുന്നു. എന്നാൽ ഭാവപരിപാടികളുടെ ഭാഗമായി സംഘടനാ റിപ്പോർട്ടിലെ ഭാവപരിപാടികളുടെ ഭാഗമായി ഇത്തരത്തിൽ 2 ടേം വിജയിച്ച ആളുകൾക്ക് തുടർന്ന് മത്സരിക്കേണ്ടതില്ല എന്നുള്ള ഒരു കർശന നിബന്ധനയിലേക്ക് എത്തും എന്നുള്ള വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അങ്ങനെയാണെങ്കിൽ 9 MLA-മാർക്ക് മന്ത്രി കെ രാജൻ ഉൾപ്പെടെയുള്ള 9 MLA-മാർക്ക് തുടർന്ന് മത്സരിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം ഉണ്ടാകും എന്നുള്ളതാണ്. അത് ഇത്തവണ കർശനമായി തന്നെ മുന്നോട്ട് ആ നിബന്ധനയുമായി പോകണം എന്നുള്ള ഒരു സംഘടനാ റിപ്പോർട്ടിലടക്കം, അതായത് റിപ്പോർട്ടിലെ ഭാവപരിപാടി അടക്കമുള്ള ഇടങ്ങളിലാണ് ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ ഉള്ളത് എന്നുള്ളതാണ്. ഇന്നലെ ചേർന്ന എക്സിക്യൂട്ടീവിലും സംസ്ഥാന എക്സിക്യൂട്ടീവിലും അത്തരത്തിലൊരു തീരുമാനമുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മറ്റൊന്ന് പ്രായപരിധി നിബന്ധനയുമായി ബന്ധപ്പെട്ടതാണ്. 75 വയസ്സ് ഉള്ളവർ അത്തരത്തിൽ സംഘടനയുടെ മറ്റ് നേതൃസ്ഥാനങ്ങളിലേക്ക് നിൽക്കേണ്ടതില്ല എന്നുള്ളതാണ്. നമുക്കറിയാം, അങ്ങനെയായി ഇസ്മായിലും ഒപ്പം തന്നെ പന്ന്യൻ രവീന്ദ്രനും അടക്കമുള്ള ആളുകൾ ആദ്യഘട്ടത്തിൽ പുറത്തേക്ക് പോവുകയും പിന്നീട് പന്ന്യൻ രവീന്ദ്രനെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ക്ഷണിതാവായി കൊണ്ടുവരികയും മത്സരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന മത്സരിപ്പിക്കേണ്ട സാഹചര്യം ഒക്കെ ഉണ്ടാകുന്ന ഒരു ഘട്ടമുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ മാത്രം നടപ്പിലാക്കിയ ഒരു പ്രായപരിധി നിബന്ധന എന്നുള്ളത് മറ്റിടങ്ങളിൽ ഒന്നും തന്നെ നടപ്പിലാക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഇവിടെയും അത്തരമൊരു നിബന്ധന പാലിക്കേണ്ടതില്ല എന്നുള്ള ഒരു തീരുമാനം ഉണ്ടായേക്കുമെന്നുള്ള സൂചനയും നമുക്ക് ലഭ്യമാകുന്നുണ്ട്. എന്തായാലും CPIയുടെ 25ാം പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമായുള്ള സംസ്ഥാന സമ്മേളനത്തിനാണ് ഇപ്പോൾ ആലപ്പുഴയിൽ തുടക്കം കുറിച്ചിട്ടുള്ളത്. അല്പസമയത്തിനകം തന്നെ ദേശീയ ജനറൽ സെക്രട്ടറി പി രാജ ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഒപ്പം തന്നെ 538 പ്രതിനിധികളാണ് ആലപ്പുഴയിലേക്ക് എത്തിയിട്ടുള്ളത്. ഇതിൽ തന്നെയാണെങ്കിൽ നമുക്ക് പ്രവർത്തന റിപ്പോർട്ടിന്മേൽ മറ്റ് സർക്കാരിനെതിരെയുള്ള വലിയ വിമർശനങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ പോലും പരമ്പരാഗത കള്ളുവ്യവസായം അടക്കമുള്ള മേഖലകളിൽ സർക്കാർ കാണിക്കുന്ന അതിനകത്തോട് കാണിക്കുന്ന അനാസ്ഥ അല്ലെങ്കിൽ പ്രാധാന്യം കൊടുക്കാത്തതിനെതിരെയുള്ള വിമർശനം സംഘടനാ റിപ്പോർട്ടിന്മേൽ ഉണ്ട് എന്നൊരു MR അജിത്കുമാറിന്റെ വിഷയം ഉൾപ്പെടെയുള്ള കാര്യങ്ങളും അതിൽ പരാമർശമുണ്ടെന്നുള്ള വിവരം നമുക്ക് ലഭ്യമാകുന്നുണ്ട്. കയർ മേഖല, കർഷക തൊഴിലാളി മേഖല, ഒപ്പം തന്നെ കള്ളുചെത്ത് വ്യവസായം അടക്കമുള്ള പരമ്പരാഗത മേഖലകളിൽ പുലർത്തി വരുന്ന വീഴ്ചകളെ സംബന്ധിച്ചും സർക്കാരിന്റെ മുൻഗണനാ ക്രമങ്ങളെ സംബന്ധിച്ചുമുള്ള വിമർശനങ്ങളും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇപ്പോൾ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യപ്പെടും. അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷമായിരിക്കും സംഘടനാ റിപ്പോർട്ടുമേലുള്ള ചർച്ചയും നടക്കുക. ശരി, ശരണ്യ സ്നേഹജനാണ് വിവരങ്ങൾ നൽകിയത്. പക്ഷെ അപ്പോഴും നമ്മൾ ശ്രദ്ധയോടെ തന്നെ നോക്കണം. കാരണം കൊല്ലത്തുൾപ്പെടെ ജില്ലാ സമ്മേളനങ്ങളിൽ വലിയ രീതിയിലുള്ള സർക്കാർ വിരുദ്ധ വികാരം ഉണ്ടായിരുന്നു. LDF വീണ്ടും ഭരണത്തിലെത്തില്ല. CPMന്റെ സമൂഹ മാധ്യമ ഹാൻഡിലുകൾ പറയുന്നത് വിശ്വസിക്കുന്നവർ മൂഢസ്വർഗത്തിലാണ് എന്നൊക്കെയായിരുന്നു CPIക്ക് ഏറ്റവും കൂടുതൽ അംഗങ്ങളുള്ള കൊല്ലത്തെ ജില്ലാ സമ്മേളനത്തിൽ പ്രതിനിധികൾ പറഞ്ഞത്. ആ തരത്തിൽ സർക്കാർ പൂർണ്ണ പരാജയമാണ് എന്നതടക്കമുള്ള വിമർശനങ്ങൾ കൊല്ലത്ത് നിന്ന് ഉയർന്നത് നമ്മൾ കേട്ടിരുന്നു. മറുപടി പറയാൻ പോലും നിൽക്കാതെ ബിനോയ് വിശ്വം മടങ്ങിപ്പോയത് നമ്മൾ കണ്ടിരുന്നു. ആ രീതിയിലുള്ള ചർച്ചകളൊക്കെ നടന്ന ജില്ലാ സമ്മേളനത്തിന് ശേഷം നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൽ പ്രതിനിധികൾ എന്തൊക്കെ വിമർശനങ്ങൾ ഉന്നയിക്കും, എത്രത്തോളം നേതൃത്വം പ്രതിരോധത്തിലാവും എന്നതൊക്കെ നമുക്ക് ശ്രദ്ധയോടെ നോക്കാം.